നമസ്കാരം സർ. നമസ്കാരം. അപ്പോ കേരളക്കരൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ ജൂൺ 19 നടക്കാനിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഒരു തിരഞ്ഞെടുപ്പ് വന്ന സമയം മുതലേ തന്നെ ഒരുപാട് വിവാദങ്ങളാണ് അതിന്റെ പിന്നാലെയായിട്ട് വന്നത്. സോഷ്യൽ മീഡിയയൊക്കെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആണെങ്കിലും അതല്ലാതെയുള്ള മാധ്യമങ്ങളൊക്കെ ഏറെ എന്താ പറയാ, ആ ഒരു വിഷയത്തിന് ചുറ്റിപ്പറ്റി ഒരുപാട് വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും ചർച്ചാ വിഷയം പി വി അൻവർ തന്നെയായിരുന്നു. അപ്പൊ പി വി അൻവർ രണ്ട് രീതിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതിൽ ഒരെണ്ണം എന്താ പറയാ അസാധുവായി, അല്ലെങ്കിൽ അവർ സ്വീകരിച്ചില്ല എന്നുള്ളൊരു വാർത്ത ഇപ്പൊ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് രീതിയിൽ ഒരേ സമയം തന്നെ സ്വതന്ത്രനായും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് കീഴിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ രണ്ട് രീതിയിലും പത്രിക സമർപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും നിഗൂഢമായ ലക്ഷ്യമുണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പൊ അൻവർ തന്നെ ഒരു വലിയ നിഗൂഢമല്ലേ? അതെ. പിന്നെ സ്വാഭാവികമായിട്ടും അൻവറിന്റെ എല്ലാ നീക്കങ്ങളിലും ആ നിഗൂഢ ലക്ഷ്യം ഉണ്ടാവും. അൻവർ കഴിഞ്ഞ കുറെ നാളായിട്ട് നമ്മൾ കേരളത്തിൽ കണ്ടത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സിന്റെ വക്താവായിട്ടാണ് കണ്ടത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, നേരത്തെ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 24 മണിക്കൂർ മുമ്പ് പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ റിയാസിനെതിരെ ഒരുപാട് തെളിവുകൾ കയ്യിലുണ്ട്, ഞാൻ പുറത്തുവിടും. അങ്ങനെ പറയുന്നത് തന്നെ എന്ത് വൃത്തിയിലാണത്? അയാളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സാമൂഹികമായ പ്രതിബദ്ധത ഉണ്ടെങ്കിൽ, ഒരു പബ്ലിക് പേഴ്സണാലിറ്റിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മന്ത്രിയെ സംബന്ധിച്ച് തെളിവുകളുണ്ടെങ്കിൽ അത് പുറത്തുവിട്ട് ഈ മന്ത്രിയെ പിന്നെ സ്ഥാനം വഹിക്കാൻ യോഗ്യനല്ല എന്ന് സമൂഹത്തിനോട് വിളിച്ചു പറയുകയും അങ്ങനെയുള്ള മന്ത്രിയെ മാറ്റുകയല്ലേ ചെയ്യുന്നത്. മറിച്ച് ഇത് ഞാൻ പുറത്തുവിടുമെന്ന് പറഞ്ഞാൽ പക്ക ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? മാത്രമല്ല, അത് പേഴ്സണലി ചെയ്യുന്നതിന് പകരം മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പറയുന്നത്. ഞാനിങ്ങനെ ടിവിയിലൂടെ കാണിക്കും, നിലമ്പൂരിലെ ജംഗ്ഷനിൽ ടി വെച്ച് കാണിക്കും എന്നൊക്കെ രീതിയിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നത്തെ കേരളത്തിൽ നിലനിൽക്കുന്ന മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആണ് അൻവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അൻവറിന്റെ ഒരു രാജിയാണ് അവിടെ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത്. അപ്പൊ അൻവർ മുഖ്യമന്ത്രിയോടും ഇടതുപക്ഷ മുന്നണിയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത്, മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിലുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പവറിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് കേരളം കണ്ടതാണ്, അല്ലേ? അപ്പൊ അത് എവിടെയോ ഒരു ഘട്ടത്തിൽ വെച്ച് അതിനൊരു വിഘാതം വന്നപ്പോഴത്തേക്കോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വഴിയിലേക്ക് ഉദ്ദേശിച്ച കണക്ക് മുഖ്യമന്ത്രിയും ഗവൺമെന്റും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ധാർമ്മിക രോഷം വരുന്നു. പിന്നെ അവിടെ ഈ പറഞ്ഞതുപോലെ തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ട് ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് ആരംഭിക്കുന്നു. എന്നാൽ മുഴുവൻ തെളിവുകൾ പുറത്തുവിടുന്നുണ്ടോ? ഇല്ല. കുറച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇനിയും ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ വേണമല്ലോ എന്ന് കരുതി. അപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കോൺഗ്രസ് എടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ വളരെ, എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഏതാനും കുറെ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ അതല്ലെങ്കിൽ ഒരു മുന്നണിയോ ഒരു സ്റ്റേണായിട്ടൊരു സ്റ്റാൻഡ് എടുത്തത്, ഒരു ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂല്യത്തിൽ ചില അധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തത് എനിക്ക് തോന്നി അൻവറിന്റെ കാര്യത്തിൽ കോൺഗ്രസും പ്രത്യേകിച്ച് വി ഡി സതീശനാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ ഇപ്പോ ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടിരുന്നു, ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഇന്നലെയൊക്കെ വാർത്ത കണ്ടിരുന്നു, പല നേതാക്കന്മാരും വീണ്ടും ഇദ്ദേഹത്തെ പോയി കാണുകയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്നും അതുപോലെ തന്നെ പല ഉന്നത നേതാക്കന്മാരും UDF-ൽ നിന്നും ഇദ്ദേഹത്തെ സീക്രട്ട് ആയിട്ട് പോയി കാണുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പൊ നിലവിലുള്ള അവസ്ഥയൊക്കെ മാറും, പി വി അൻവറിനെ നമുക്ക് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പൊ അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടാകുമോ? ഉണ്ടാവും. കാരണം കോൺഗ്രസിനകത്ത് നല്ല ബന്ധമുണ്ട്. ആർക്ക്? പി വി അൻവറിന്. പി വി അൻവർ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ, ഇപ്പം കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം, പഴയ പാരമ്പര്യമൊക്കെ അത് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് പി വി അൻവർ ഈ രാഷ്ട്രീയ പ്രാധാന്യം നേടിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ സ്രോതസ്സാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ബന്ധങ്ങൾ അൻവറിനുണ്ട്. അതുകൊണ്ടാണ് ഈ മറ്റാരുടെ കയ്യിലില്ലാത്ത വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിപ്പെടുന്നതിന്റെ കാരണം. അപ്പൊ കോൺഗ്രസിനകത്ത് നല്ല ബന്ധങ്ങളുണ്ട്, മുതിർന്ന തലമുറയായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് കോൺഗ്രസിനകത്ത്. അപ്പം അവർക്കൊക്കെ അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് പോകണമെന്നുള്ള താല്പര്യമുണ്ട്, അല്ലേ? അപ്പൊ പക്ഷെ അൻവർ അവിടെ കളിക്കുന്നത് ഈ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾ, ഇപ്പൊ ഒരു ബ്ലാക്ക് മെയിലിംഗ് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് സമൂഹത്തിന്റെ ആവശ്യമാണ്, മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ മാധ്യമങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് കുറെ ചർച്ചകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ അൻവറിന്റെ പേരിൽ നടത്തിയിരിക്കുന്ന വൈകുന്നേര ചർച്ചകളിലേക്ക് അല്ലെ അന്ത്യ ചർച്ചകളിലേക്ക് നോക്കിയാൽ മതി. അൻവറിന് കൊടുത്തിരിക്കുന്ന ടൈംസ്, എന്തുമാത്രം സമയമാണ് അൻവറിനോട് ചെലവ്. അൻവറിന്റെ പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? കേരളത്തിൽ ഇനി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ വേറൊരു മുന്നണി ഉണ്ടായിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പം 3 മുന്നണികൾ ഇപ്പൊ തന്നെ നിലവിൽ കേരളത്തിലുണ്ട്. 4ാമത്തെ ഒരു മുന്നണിയായിട്ട് അൻവർ വരാൻ പോവുകയാണ്.
വരുന്നെങ്കിൽ വരട്ടെ, വന്നത് തെളിയിച്ചിട്ട് വരുമ്പോഴത്തേക്കാണ് രാഷ്ട്രീയമായ പ്രാധാന്യം ഉണ്ടാവുക. മറിച്ച് അതിലേക്ക് പിന്നെ അതിനെ സഹായിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥ, ഒരു നറേറ്റീവ് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന മുന്നണിയെ കുറിച്ച് അൻവർ പറയുന്നതിനേക്കാൾ, അല്ലെങ്കിൽ അൻവർ പറയുന്നതിന് മുൻപേ തന്നെ മാധ്യമങ്ങളാണ് ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ. അതാണ് പറഞ്ഞത്. അപ്പൊ അതിനെ വളരെ മനോഹരമായിട്ട് അൻവർ ഉപയോഗിക്കുന്നു. അതെ. ഇന്നിപ്പോ നിലമ്പൂരിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന സംഗതി എന്ന് പറഞ്ഞാൽ, നിലമ്പൂര് വളരെയധികം പഠന വിഷയമാക്കേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. കാര്യം ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലാണ് നിലമ്പൂരിൽ നടക്കുന്നത്. അതെ, സെമി ഫൈനലാണ് എന്നുള്ളൊരു വാർത്തകൾ. അതെ, ഇത് ശരിക്കും ഡ്രസ് റിഹേഴ്സലാണ്. ഞാൻ സെമി ഫൈനലിനേക്കാൾ ഉപരി ഇതെങ്ങനെയാണ് ഇതിന്റെ ഇക്വേഷൻസ് വർക്ക് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചിരുന്നത്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെങ്കിൽ ഗംഭീര തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് അവിടെ ചർച്ച ചെയ്തെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പ്രധാനപ്പെട്ട 3 മുന്നണികൾ, UDF മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയിരിക്കുന്നു, CPM ഹിന്ദു നിർത്തിയിരിക്കുന്നു, BJP ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നിർത്തിയിരിക്കുന്നു. ഭയങ്കര മതേതരത്വത്തിന്റെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ മതേതരത്വത്തിന്റെ കാപട്യത്തെ കാണണമെങ്കിൽ നിലമ്പൂരിലേക്ക് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് CPM സ്വരാജിനെ നിർത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിർത്തിയിരിക്കുന്നത്? CPM-ന്റെ പ്രത്യക്ഷത്തിൽ പറയുകയാണെങ്കിൽ കുഞ്ഞാലിയുടെ നാട്, സ്വരാജിന്റെ ജന്മദേശം, അവിടെ അദ്ദേഹത്തിന്റെ പാർട്ടി പശ്ചാത്തലം, വിദ്യാർത്ഥി നേതാവായിട്ട് ഉയർന്നുന്ന കാലഘട്ടമൊക്കെ ഉയർത്തിക്കാട്ടി നോക്കിയാൽ ഗംഭീരമായ അവതരണമാണ്. പക്ഷേ മുസ്ലിം ഭൂരിപക്ഷമുള്ള നിലമ്പൂരിൽ ഹിന്ദുക്കൾക്ക് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിലെ CPM ആണ്, അല്ലേ? അപ്പൊ അവിടെ ഈ ഹിന്ദുക്കളുടെ ഇടയിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം വന്ന് വോട്ട് ചെയ്തോളൂ. അതാണ് എൻ്റെ പിന്നിലുള്ള സംഗതി. BJP അവിടെ കാൻഡിഡേറ്റിനെ നിർത്തണോ വേണ്ടയോ, അവരുടെ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് പുറത്തേക്ക് വിട്ടു. അതായത് ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല, കാര്യം അവിടെ 10,000 താഴെ ഉള്ള വോട്ടേഴ്സ് എവിടെ ഉള്ളൂ, അതിനുവേണ്ടി ഞങ്ങൾക്ക് ഊർജവും ധനവും ചെലവഴിക്കാൻ താല്പര്യമില്ല എന്നുള്ള ന്യായീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BJP-യെ പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് ഒരു മുസ്ലിം കാൻഡിഡേറ്റും ഒരു ഹിന്ദു കാൻഡിഡേറ്റും മത്സരിക്കുന്നു. അപ്പൊ അവിടെ ആരായിരിക്കണം അവിടെ ജയിക്കേണ്ടത്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റിനാണ് അവിടെ. അല്ല, ഇപ്പൊ ഒരു BJP-യുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് മുസ്ലിം കാൻഡിഡേറ്റ് മത്സരിക്കുന്ന സമയത്ത് ഹിന്ദു കാൻഡിഡേറ്റ് ജയിക്കണം, അല്ലേ? അപ്പൊ ഇവിടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതിനകത്തുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പിന്നെ സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. അതായത് പുറമെ നമ്മൾ വളരെ പിന്നെ മതേതരമായിട്ടുള്ള ഒരു കാഴ്ചവെക്കുന്നതെങ്കിൽ അതിന്റെ അടിയിൽ മുഴുവൻ നടക്കുന്നത് ഈ ജാതി മതവർഗീയ കൂട്ടുകെട്ടുകളുടെ ഇക്വേഷൻസ്, ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിനാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ പല ആക്ഷേപങ്ങൾ ഉയർത്തുന്നുണ്ട്. BJP സംബന്ധിച്ച് കോൺഗ്രസും CPM-ഉം വെച്ച് കഴിഞ്ഞാൽ അവർ CPM-നാണ് പ്രിഫർ ചെയ്യുന്നത്. കോൺഗ്രസ് മുക്ത കേരളത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അധികാരം പിടിക്കണം എന്നുള്ളത് അവർക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. അവർ പറയുമെങ്കിലും അവരാഗ്രഹം അത് പിടിക്കാനും പോകുന്നില്ല. പക്ഷേ അവർ കുറെ അധികം സീറ്റുകളിൽ അവർക്ക് ജയിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം CPM സാധിച്ചു കൊടുക്കുകയാണെങ്കിൽ CPM-ന്റെ അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ 3ാം തുടർച്ചയും അവർ സാധ്യമായി കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ, ഇക്വേഷൻസ് ഈ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ശരിക്കും ഒരു ഡ്രസ് റിഹേഴ്സലാണ് ഇപ്പൊ ഈ നിലമ്പൂര് നടക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇനി അവിടെ എന്തായിരിക്കും റിസൾട്ട് വരിക എന്നുള്ളത്. അതെ.